നമസ്കാരം. യുക്രൈൻ റഷ്യ യുദ്ധത്തിന് പരിഹാരം കാണുന്നതിനായി അന്താരാഷ്ട്ര തലത്തിൽ നിരവധി ചർച്ചകളും നിർദ്ദേശങ്ങളും ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അമേരിക്കൻ ഭരണകൂടത്തിൻ്റെ പുതിയ നയതന്ത്ര വെളിപ്പെടുത്തലുകൾ ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയായിരിക്കുകയാണ്. അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് മുന്നോട്ട് വെച്ച യുക്രൈനിൽ ഇന്ത്യൻ അല്ലെങ്കിൽ സൗദി അറേബ്യൻ സൈന്യത്തെ സമാധാന പാലകരായി നിയോഗിക്കാമെന്ന നിർദ്ദേശം ഡൊണാൾഡ് ട്രംപ് തള്ളിക്കളഞ്ഞതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. റെജിം ചേഞ്ച് എന്ന പുസ്തകത്തിലൂടെ പുറത്തു വന്ന ഈ വിവരങ്ങൾ അമേരിക്കയുടെ അമേരിക്ക ഫസ്റ്റ് എന്ന വിദേശ നയത്തെയും ഇന്ത്യ ഉൾപ്പെടെയുള്ള സഖ്യകക്ഷികളോട് ട്രംപ് പുലർത്തുന്ന സാമ്പത്തിക നയതന്ത്ര സമീപനങ്ങളെയും വ്യക്തമായി അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. യുക്രൈൻ പ്രതിസന്ധിയിലേക്ക് നാറ്റോ സഖ്യകക്ഷികളുടെ സൈന്യത്തെ അയക്കുന്നത് റഷ്യയെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്നും അത് ഒരു മൂന്നാം ലോകമഹായുദ്ധത്തിലേക്ക് വഴിമാറുമെന്നും JD വാൻസ് ശക്തമായി മുന്നറിയിപ്പ് നൽകിയിരുന്നു. അമേരിക്കയെ കൂടുതൽ ആഴത്തിലുള്ള ഒരു യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കാതെ യുക്രൈനിൽ ഒരു വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള ബദൽ മാർഗമായിട്ടാണ് നാറ്റോയ്ക്ക് വെളിയിലുള്ള ഇന്ത്യ, സൗദി അറേബ്യ തുടങ്ങിയ ശക്തരായ രാജ്യങ്ങളുടെ സൈന്യത്തെ സമാധാന സംരക്ഷണത്തിനായി ഉപയോഗിക്കാമെന്ന് വാൻസ് നിർദ്ദേശിച്ചത്. എന്നാൽ വൈറ്റ് ഹൗസിലെ ഓവൽ ഓഫീസിൽ വെച്ച് നടന്ന നിർണായകമായൊരു യോഗത്തിൽ ഈ നിർദ്ദേശത്തെ ഡൊണാൾഡ് ട്രംപ് ചിരിച്ചുകൊണ്ട് തള്ളുകയായിരുന്നു. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി തനിക്ക് അതീവ ഊഷ്മളമായ ഒരു വ്യക്തിബന്ധമാണ് ഉള്ളത് എന്ന് ട്രംപ് എടുത്തു പറഞ്ഞുവെങ്കിലും ഇത്തരം അനാവശ്യ അന്താരാഷ്ട്ര ദൗത്യങ്ങൾക്കായി പണം മുടക്കുവാനോ സൈന്യത്തെ അയക്കാനോ ഇന്ത്യ തയ്യാറാകില്ലെന്ന് ട്രംപ് ഉറപ്പിച്ചു പറഞ്ഞു അത്രേ. ഇത്തരം വിദേശ ദൗത്യങ്ങൾക്ക് ധനസഹായം നൽകുന്നതിൽ ഇന്ത്യ എപ്പോഴും പിന്നോട്ടാണെന്ന് തൻ്റെ വ്യക്തമായ നിരീക്ഷണം ട്രംപ് അവിടെ പങ്കുവയ്ക്കുകയും ചെയ്തു. അമേരിക്ക നേരിട്ട് ഇടപെടാതെ ബ്രിട്ടൻ്റെയോ ഫ്രാൻസിൻ്റെയോ സൈന്യത്തെ യുക്രൈനിൽ വിന്യസിക്കുന്നതിനോടാണ് ട്രംപിന് കൂടുതൽ താല്പര്യം. അമേരിക്കൻ പ്രത്യേക പ്രതിനിധി കീത്ത് കെല്ലോഗിൻ്റെ നേതൃത്വത്തിൽ നടന്ന ഈ യോഗത്തിൽ ഉയർന്നു വന്ന സമാധാന പദ്ധതികൾ തികച്ചും കൗതുകകരമായിരുന്നു. റഷ്യ പിടിച്ചെടുത്ത യുക്രൈൻ്റെ ഭൂപ്രദേശങ്ങളെ ഔദ്യോഗികമായി അംഗീകരിച്ചില്ല എങ്കിലും നഷ്ടപ്പെട്ട പ്രദേശങ്ങൾ സൈനിക ശക്തിയോടെ തിരിച്ചു പിടിക്കുന്നതിൽ നിന്ന് യുക്രൈനെ തടയുന്ന രീതിയിലുള്ള നയങ്ങളാണ് അമേരിക്കൻ ഭരണകൂടം ആസൂത്രണം ചെയ്യുന്നത്. ഇതേ ചർച്ചകളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയെ ഒരു പരാജയപ്പെട്ട ചർച്ചക്കാരൻ എന്ന് വിളിച്ച ട്രംപ് യുക്രൈൻ ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യമാണ് എന്നും കുറ്റപ്പെടുത്തി. റഷ്യയുമായി ഔദ്യോഗിക ചർച്ചകൾ നടത്തുന്നതിൽ നിന്ന് തൻ്റെ പ്രതിനിധികളെ വിലക്കിയ ട്രംപ് എന്നാൽ പശ്ചാത്തലത്തിൽ ചില രഹസ്യ സമാന്തര ചർച്ചകൾ നടക്കുന്നുണ്ടെന്ന സൂചനയും നൽകിയിരുന്നു. ഇന്ത്യയുമായുള്ള ബന്ധത്തിൽ കേവലം സൗഹൃദത്തിനും അപ്പുറം തികച്ചും ഒരു കച്ചവടക്കണ്ണോടെയുള്ള സമീപനമാണ് ട്രംപ് പുലർത്തുന്നത് എന്ന് ഈ വെളിപ്പെടുത്തലുകൾ തെളിയിക്കുന്നുണ്ട്. സാങ്കേതിക കമ്പനികളുടെ CEOമാരുമായി നടത്തിയ മറ്റൊരു യോഗത്തിൽ ഇന്ത്യ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ ചുമത്തുന്ന ഉയർന്ന നികുതികളെക്കുറിച്ച് ട്രംപ് ശക്തമായി പരാതിപ്പെട്ടിരുന്നു. അമേരിക്കയിൽ വന്ന് ഉൽപ്പാദനം നടത്താതെ കമ്പനികൾ വലിയ രീതിയിലുള്ള നികുതികൾ നേരിടേണ്ടി വരുമെന്ന ഭീഷണിയും അദ്ദേഹം ആവർത്തിച്ചിരുന്നു. തന്ത്രപ്രധാനമായ വലിയ സഹകരണങ്ങൾ നിലനിൽക്കുമ്പോഴും സാമ്പത്തിക ലാഭനഷ്ടങ്ങളുടെ കാര്യത്തിൽ ഇന്ത്യ കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്നുവെന്ന ധാരണയാണ് ട്രംപിനുള്ളത്. ചുരുക്കത്തിൽ യൂറോപ്യൻ സുരക്ഷാ കാര്യങ്ങളിൽ അമേരിക്കയുടെ ഇടപെടലുകൾക്ക് വ്യക്തമായ പരിധികളുണ്ടെന്ന് ഈ പുതിയ വിവരങ്ങൾ വ്യക്തമാക്കുന്നു. വിദേശ രാജ്യങ്ങളിലെ ചിലവേറിയ സൈനിക ദൗത്യങ്ങളിൽ നിന്ന് അമേരിക്കയെ പരമാവധി മാറ്റി നിർത്തുവാനും അതേസമയം സഖ്യകക്ഷികളെ കൊണ്ട് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുപ്പിക്കാനുമുള്ള ട്രംപിൻ്റെ തന്ത്രപരമായ നയങ്ങളുടെ നേർചിത്രമാണ് ഈ പുറത്തു വന്ന ചർച്ചകൾ. വാൻസിൻ്റെ നയതന്ത്രപരമായ ചിന്തകളും ട്രംപിൻ്റെ കടുത്ത യാഥാർത്ഥ്യ ബോധവും തമ്മിലുള്ള വ്യത്യാസം ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾക്ക് അടിവരയിടുന്നതാണ്. ഏറ്റവും ശക്തവും വിശ്വസനീയവുമായ സൈനിക വ്യൂഹങ്ങളിൽ ഒന്നാണ് ഇന്ന് ഇന്ത്യൻ സായുധ സേന. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനവും സുസ്ഥിരതയും നിലനിർത്തുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന സേനയിലേക്ക് ഇന്ന് ഏറ്റവും കൂടുതൽ സൈനികരെ സംഭാവന ചെയ്യുന്ന രാജ്യങ്ങളിൽ ഒന്നുകൂടിയാണ് ഭാരതം. ആഫ്രിക്കൻ രാജ്യങ്ങളിലും മിഡിൽ ഈസ്റ്റിലുമൊക്കെ ഇന്ത്യൻ സൈനികർ നടത്തിയ ശാന്തി ദൗത്യങ്ങൾ ആഗോളതലത്തിൽ വലിയ രീതിയിൽ ആദരിക്കപ്പെട്ടിട്ടുമുണ്ട്. എന്നാൽ നിലവിലെ കടുത്ത യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന യുക്രൈനിലേക്ക് UN സമാധാന സേനയുടെ ഭാഗമായി ഇന്ത്യൻ സൈനികരെ നിയോഗിച്ചാൽ അങ്ങേയറ്റം അപകടകരവും ദൂരവ്യാപകവുമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതായ ഒരു തീരുമാനമായിരിക്കും അത്. പരമ്പരാഗതമായി സമാധാന സേനകൾ പ്രവർത്തിക്കുന്ന അന്തരീക്ഷത്തിൽ നിന്നും തികച്ചും വ്യത്യസ്തവും സങ്കീർണവുമായ ഒരു യുദ്ധഭൂമിയാണ് ഇന്ന് യുക്രൈൻ. UN സമാധാന സേനയെ സാധാരണയായി വിന്യസിക്കുന്നത് ആഭ്യന്തര കലാപങ്ങൾ നടക്കുന്ന രാജ്യങ്ങളിലോ അല്ലെങ്കിൽ പരസ്പരം യുദ്ധം ചെയ്യുന്ന രണ്ട് കക്ഷികൾ വ്യക്തമായ ഒരു വെടിനിർത്തൽ കരാറിൽ ഒപ്പുവെച്ചതിന് ശേഷമോ ആയിരിക്കും. ഇരു വിഭാഗങ്ങൾക്കുമിടയിൽ ഒരു സുരക്ഷാ മുതലായി വർത്തിക്കുക എന്നതാണ് അവിടുത്തെ ബ്ലൂ ഹെൽമെറ്റ് ധരിച്ച UN സൈനികരുടെ ചുമതല. എന്നാൽ യുക്രൈനിലെ സാഹചര്യം ഇതല്ല. രണ്ട് പരമാധികാര രാഷ്ട്രങ്ങൾ തമ്മിൽ ആധുനിക യുദ്ധോപകരണങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന അതിശക്തമായ ഒരു പരമ്പരാഗത യുദ്ധമാണിത്.
ആകാശത്ത് നിന്ന് എപ്പോൾ വേണമെങ്കിലും പതിക്കാവുന്ന മിസൈലുകളും കാമിക്കസെ ഡ്രോണുകളും അതിശക്തമായ പീരങ്കികളും വിനാശകരമായ യുദ്ധമുറകളുമാണ് ഇവിടെ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരമൊരു കലുഷിതമായ അന്തരീക്ഷത്തിൽ സമാധാന പാലകർക്ക് പോലും പ്രത്യേക സുരക്ഷയൊന്നും ലഭിക്കില്ല. വെടിനിർത്തൽ പ്രഖ്യാപിക്കാത്ത ഒരു യുദ്ധമുന്നണിയിലേക്ക് ഇന്ത്യൻ സൈനികരെ വിനിയോഗിക്കുന്നത് വലിയ തോതിലുള്ള ജീവഹാനിക്ക് കാരണമാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സൈനികപരമായ അപകടങ്ങൾക്കുമപ്പുറം വലിയ നയതന്ത്ര പ്രതിസന്ധികളും ഈ നീക്കത്തിന് പിന്നിലുണ്ട്. ഇന്ത്യക്ക് റഷ്യയുമായി പതിറ്റാണ്ടുകളായുള്ള ആഴത്തിലുള്ള പ്രതിരോധ തന്ത്രപ്രധാന ബന്ധമാണുള്ളത്. ഐക്യരാഷ്ട്രസഭയിലടക്കം പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ഇന്ത്യയെ പിന്തുണച്ചിട്ടുള്ള രാജ്യമാണ് റഷ്യ. യുക്രൈൻ മണ്ണിൽ റഷ്യൻ സൈന്യത്തിൻ്റെ നീക്കങ്ങൾക്ക് തടസ്സമാക്കുന്ന രീതിയിൽ ഇന്ത്യൻ സൈനികരെ വിന്യസിക്കുന്നത് അത് UN പതാകയ്ക്ക് കീഴിലാണെങ്കിൽ പോലും റഷ്യയുമായുള്ള സൗഹൃദത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തും. റഷ്യയെ ശത്രുപക്ഷത്ത് നിർത്തുവാൻ ഇന്ത്യ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കൂടാതെ ഈ യുദ്ധം യഥാർത്ഥത്തിൽ പാശ്ചാത്യ ശക്തികളും റഷ്യയും തമ്മിലുള്ള ഒരു നിഴൽ യുദ്ധമായി മാറിയിരിക്കുകയാണ്. ഇതിലേക്ക് ഇന്ത്യ ഭാഗഭാക്കായാൽ അത് ഇന്ത്യയുടെ പരമ്പരാഗത നയമായ ചേരിചേരാ നയത്തിന് വിരുദ്ധമാവുകയും ആഗോള ചേരിതിരിവുകളിൽ ഇന്ത്യയെ ഒരു കക്ഷിയാക്കി മാറ്റുകയും ചെയ്യും. ഭൂമിശാസ്ത്രപരവും കാലാവസ്ഥാപരവുമായ വെല്ലുവിളികളും ചെറുതല്ല. യൂറോപ്പിലെ കഠിനമായ ശൈത്യകാലവും മഞ്ഞുവീഴ്ചയും നിറഞ്ഞ യുദ്ധമേഖലകൾ ഇന്ത്യൻ സൈനികർക്ക് പൂർണ്ണമായും പരിചിതമായ ഒന്നല്ല. അതിലുപരിയായി ഭാഷാപരമായ തടസ്സങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ പ്രാദേശിക ജനങ്ങളുമായോ യുക്രൈൻ ഭരണകൂടവുമായോ ആശയവിനിമയം നടത്തുന്നതും സൈനിക നീക്കങ്ങൾ ഏകോപിപ്പിക്കുന്നതും അതീവ ദുഷ്കരമായിരിക്കും. പ്രായോഗികമായി നോക്കിയാൽ റഷ്യയ്ക്ക് വീറ്റോ അധികാരമുള്ള UN രക്ഷാസമിതിയിൽ ഇത്തരമൊരു സമാധാന സേന രൂപീകരണത്തിലുള്ള പ്രമേയം പാസ്സാക്കാൻ പോലും അനുവദിക്കില്ല. അതുകൊണ്ട് തന്നെ യുക്രൈനിലേക്ക് ഒരു ഔദ്യോഗിക UN സേന വരാനുള്ള സാധ്യത പോലും വളരെ കുറവാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തിൽ വൈസ് പ്രസിഡന്റ് JD വാൻസിനെ പോലെയുള്ള നേതാക്കൾ ഇന്ത്യൻ സൈന്യത്തെ യുക്രൈനിലേക്ക് അയക്കാൻ നിർദ്ദേശിച്ചപ്പോൾ ഡൊണാൾഡ് ട്രംപ് അത് തള്ളിക്കളഞ്ഞതിന് പിന്നിലെ പ്രധാന കാരണവും മറ്റൊന്നല്ല. ഇന്ത്യ ഒരിക്കലും സ്വന്തം സൈനികരെയോ പണമോ ഇത്തരം അന്യദേശ യുദ്ധങ്ങളിൽ അനാവശ്യമായി അപകടത്തിലാക്കില്ലെന്ന കൃത്യമായ യാഥാർത്ഥ്യബോധം ഇന്ത്യയുടെ വിദേശ നയത്തിനുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ പൂർണ്ണമായ വെടിനിർത്തലും രാജ്യങ്ങളുടെയും വ്യക്തമായ സമ്മതവും ഉണ്ടാകാതെ ഇന്ത്യ ഒരു കാരണവശാലും യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കുവാൻ മുതിരില്ല എന്നതാണ് വസ്തുത. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.